മയക്കുമരുന്ന് കേസിൽ തൊണ്ടി മുതലായിരുന്ന പ്രതിയുടെ ജട്ടിയുടെ അളവ് ചെറുതായപ്പോൾ തെറിച്ചത് ഒരു സംസ്ഥാന മന്ത്രിയുടെ MLA പദവി വരെയാണ്. ആന്റണി രാജു എന്ന മന്ത്രിയുടെ മന്ത്രി കസേരയും തെറിച്ചു, MLA പദവിയും പോയി. ഇപ്പോഴത്തെ മറ്റൊരു സുപ്രധാനമായ തൊണ്ടി മുതൽ, ഒരു തൂവാല, അതും കാണാതായിരിക്കുന്നു. അതും CBI കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നും. എലി കരണ്ടെന്നാണ് രേഖകളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊരു നിസ്സാര തൂവാലയല്ല, അതൊരു നിസ്സാര കേസുമല്ല. അന്വേഷിക്കുന്നത് അത്ര നിസ്സാരക്കാരുമല്ല. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ CBI അന്വേഷണം നടത്തുന്ന ആദ്യത്തെ കേസ് NDA പ്രവർത്തകനായിരുന്ന മുഹമ്മദ് ഫസൽ വധക്കേസ്. പ്രതികളോ കണ്ണൂരിലെ CPI നേതാക്കളായ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ അടക്കം 8 പ്രതികൾ, 8 CPM-കാർ. കാരായി രാജൻ തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ അംഗമാണ്. NDF-കാരനെ തട്ടിയത് RSS-കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള CPM-ൻ്റെ ഒരു ഗൂഢാലോചന, അത് പൊളിഞ്ഞുപോയി. ബോധപൂർവമായി ആ ശ്രമം പൊളിച്ചത് CBI തന്നെയാണ്. ഫസലിൻ്റെ രക്തം പുരണ്ട തൂവാല നഷ്ടപ്പെട്ടതായി CBI കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫസൽ വധത്തിന് ശേഷം പ്രതികൾ ഈ രക്തം പുരണ്ട തൂവാല അത് കേസ് വഴിതിരിച്ചുവിടാൻ മറ്റൊരിടത്ത് കൊണ്ടിട്ടിരുന്നു. അത് CBI കണ്ടെത്തി തൊണ്ടി മുതലായി കോടതിയിൽ ചേർക്കുകയും ചെയ്തു. അന്വേഷണം വഴിതെറ്റിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഈ തൂവാല ആദ്യം കണ്ടയാളുടെ സാക്ഷി വിസ്താരം നടത്തുന്നതിനിടയിലാണ് തൂവാല കാണാനില്ല എന്ന് കോടതിയിൽ നിന്നും അറിയിപ്പ് വന്നത്. 2006 ഒക്ടോബർ 22-നാണ് തലശ്ശേരിയിൽ മുഹമ്മദ് ഫസൽ എന്ന NDF പ്രവർത്തകനെ കൊല ചെയ്തത്. തലശ്ശേരി സെയ്താർ പള്ളിക്ക് സമീപം നോമ്പ് ദിവസം പുലർച്ചെയാണ് പത്രവിതരണക്കാരനായിരുന്ന ഫസൽ കൊല്ലപ്പെടുന്നത്. കേസിൻ്റെ വിചാരണയ്ക്കിടെ കാരായി രാജൻ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു. വിചാരണ കഴിഞ്ഞ് വിധി വരുമ്പോൾ കാരായി രാജൻ തിരികെ ജയിലിലേക്ക് തന്നെ വരുമെന്ന് ഉറപ്പാണ്. കാരായി ജയിച്ചെങ്കിലും CPM-ന് തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ AN ഷംസീർ നേടിയതിൻ്റെ 16% വോട്ടുകൾ കുറവായി. UDF 7%, BJP 7% അധിക വോട്ടുകൾ ആ മണ്ഡലത്തിൽ നേടി. എന്തായാലും ഒരു തൂവാല എലി കരണ്ടത് കൊണ്ട് കാരായി രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. വിചാരണ പൂർത്തിയായി വിധി വരുന്നതോടെ CPM-ന് ഒരു MLA കൂടി നഷ്ടപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും നഷ്ടപ്പെട്ടത് ഒരു തൂവാലയാണ്. ഈ തൂവാല കണ്ടെത്താൻ ഇനി CBIക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ദൃക്സാക്ഷിയുടെ മൊഴി അടക്കമുള്ളതിൻ്റെ സാക്ഷി വിസ്താരത്തിൽ ഒരു തടസ്സവുമുണ്ടാകില്ലെന്ന് CBI തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിവുകൾ നശിപ്പിച്ചാലും തൊണ്ടിമുതലുകൾ നശിപ്പിച്ചാലും നീതി എന്നത് വ്യക്തമായി തന്നെ അത് അർഹിക്കുന്നവർക്ക് കിട്ടുമെന്ന് ആന്റണി രാജുവിൻ്റെ ജട്ടി കേസിലുമൊക്കെ അടുത്തിടെ തെളിഞ്ഞതാണ്. അതുതന്നെയാകും ഫസൽ വധക്കേസിലും ഇനി വരാൻ പോകുന്ന നിർണായകമായ വിധിയും.